അല്ലാഹു തആല അരുളുന്നു, നബിയെ, ഞാനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കുക എന്ന സന്ദേശം നൽകിയിട്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. അല്ലാഹു മറ്റൊരിടത്ത് പറയുന്നു, മനുഷ്യനെ അവൻ ബീജകണത്തിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് അവനതാ വ്യക്തമായ എതിർപ്പുകാരനായിരിക്കുന്നു. കന്നുകാലികളെ അവൻ ഉണ്ടാക്കി, തണുപ്പകറ്റാനുള്ള രോമാവരണവും മറ്റു പ്രയോജനങ്ങളും നിങ്ങൾക്കതിലുണ്ട്. അവയിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് പറയുന്നു, അവനാണ് ആകാശത്തു നിന്നും വെള്ളം ചൊരിഞ്ഞു തന്നവൻ. അതുവഴി എല്ലാ വസ്തുക്കളുടെയും മുളകൾ നാം പുറത്തു കൊണ്ടുവരുന്നു. മുളകളിൽ നിന്ന് പച്ചപിടിച്ച ചെടികൾ കിളിർപ്പിച്ചു, അവയിൽ നിന്നു ധാന്യം മുറ്റി നിൽക്കുന്ന കതിർക്കുലകൾ നാം പുറത്തു കൊണ്ടുവന്നു. ഈത്തപ്പനകളുടെ കുമ്പോളകളിൽ നിന്നു തൂങ്ങി നിൽക്കുന്ന പഴക്കുലകൾ പുറത്തു കൊണ്ടുവന്നു. മുന്തിരിത്തോട്ടങ്ങളും പരസ്പരം സമാനതയുള്ളതും അല്ലാത്തതുമായ ഒലീവും മാതളവും. അവയുടെ ഫലങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അവ കായ്ച്ചു വരുന്നതും മൂപ്പെത്തുന്നതും എങ്ങനെയെന്ന് വിശ്വസിക്കുന്നവർക്ക് അതിൽ തെളിവുണ്ട്. സൃഷ്ടിച്ചവൻ അല്ലാഹു, ജീവിത സൗകര്യങ്ങൾ നൽകിയവൻ അല്ലാഹു, ഭക്ഷണം നൽകുന്നവൻ അല്ലാഹു, രോഗം ശമിപ്പിക്കുന്നത് അല്ലാഹു, കാഴ്ചയും കേൾവിയും നൽകിയത് അല്ലാഹു. നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടേതായി എന്തുണ്ട്? വെള്ളം ഉണ്ടാക്കുന്നത് നാമാണോ? വായു നമ്മുടേതാണോ? മണ്ണ് നമ്മുടേതാണോ? വിത്തുകൾ നമ്മുടേതാണോ? അത് മുളയ്ക്കുന്നതും വളരുന്നതും പൂവിടുന്നതും കായ്ക്കുന്നതും നമ്മുടെ കൈകൾ കൊണ്ടാണോ? തികച്ചും കഴിവില്ലാത്തവരായാണ് നമ്മൾ. എല്ലാം അല്ലാഹു ചെയ്തു തരുന്നു. മരണത്തെ ആർക്കാണ് തടുക്കാൻ കഴിയുക? അല്ലാഹു നമ്മെ മരിപ്പിക്കുന്നു, അവനിലേക്ക് നാം മടക്കപ്പെടുന്നു. ജീവിതത്തെ നിയന്ത്രിക്കാൻ നമ്മോട് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ആ നിയന്ത്രണങ്ങൾ നമുക്ക് ഗുണകരമായത് മാത്രമാണ്. സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാൻ അവൻ നമ്മോട് പറയുന്നു. നല്ലതിനു മാത്രമാണ് ആ ചെലവ് ചെയ്യൽ. ഇല്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ അവൻ നമ്മോട് പറയുന്നു. സ്വാർത്ഥത കൈവിടുന്നത് സമൂഹത്തിന് ഗുണകരമായതാണ്. തന്നെ മാത്രം ആരാധിക്കാൻ അല്ലാഹു നമ്മോട് പറയുന്നു. സൃഷ്ടാവിനെ ആരാധിക്കുന്നത് വ്യക്തിയെ ഉന്നതനാക്കുക മാത്രമാണ് ചെയ്യുന്നത്. സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ, രക്തബന്ധം പുലർത്താൻ, മാതാപിതാക്കളെ പരിഗണിക്കാൻ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ നന്മയല്ലാതെ എന്താണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്? അല്ലാഹു നമ്മെ ശ്രദ്ധിക്കുന്നു. നാം ചെയ്യുന്നത് അവൻ കാണുന്നു, പറയുന്നത് കേൾക്കുന്നു. അവനിൽ നിന്നും ഒന്നും തന്നെ ഒളിച്ചു വയ്ക്കാൻ നമുക്ക് കഴിയുകയില്ല. കാലത്തിൻ്റെ വഴിയിലൂടെ അല്ലാഹു നമ്മെ മുന്നോട്ട് നയിക്കുന്നു. ആ വഴിയിൽ തൊട്ടു മുന്നിലുള്ള നിമിഷം നമ്മെ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയില്ല. നാം അന്ധരാണ്. അല്ലാഹു നമ്മെ മുന്നോട്ട് നയിക്കുന്നു. എന്തിനു നാം അഹങ്കരിക്കണം? അല്ലാഹുവിൻ്റെ ഭരണസിംഹാസനം ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നു. അവൻ അകലെയല്ല, അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് നന്മയിലേക്ക് നയിക്കും. നാം അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നു എന്ന ബോധ്യത്തിൽ അവന് കീഴ്പ്പെട്ട് ജീവിക്കുക. അല്ലാഹു പറയുന്നു, എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയുക, തീർച്ചയായും ഞാൻ സമീപത്ത് തന്നെയുണ്ട്. കർമ്മങ്ങളിലൂടെ മനുഷ്യനു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, ഉന്നതനായ അല്ലാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഇഷ്ടദാസനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്. എൻ്റെ അടിമയ്ക്ക് ഞാൻ നിർബന്ധമാക്കിയ കർമ്മങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടമുള്ള യാതൊന്നും അവന് എൻ്റെ സാമീപ്യം നേടാൻ ഉപകരിക്കുകയില്ല. ഐച്ഛികമായ ആരാധനകൾ മുഖേന എൻ്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കും. ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനായിരിക്കും. എന്നോട് അവൻ ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. അഭയം തേടിയാൽ അവന് ഞാൻ അഭയം നൽകും. മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ അവൻ നമ്മെ ഉപദേശിക്കുന്നു. വായു നിലച്ചുപോയാൽ, വെള്ളം വറ്റിപ്പോയാൽ, കാലാവസ്ഥ ക്രമീകരണം തെറ്റി അത്യുഷ്ണം വ്യാപിച്ചാൽ, അല്ലെങ്കിൽ അതിശൈത്യം വന്നു മൂടിയാൽ, രാപ്പകലുകൾ ഇല്ലാതെ പോയാൽ, ഇങ്ങനെ എത്ര അപകട സാധ്യതകൾക്കിടയിലൂടെയാണ് നാം ജീവിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. തന്നിലേക്ക് നോക്കിയാൽ തന്നെ മനുഷ്യന് അല്ലാഹുവിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയണം. അല്ലാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ അടുത്തറിയാൻ ആരാധനകൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, പ്രതാപവാനും മഹാനുമായ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിമ എന്നോട് ഒരു ചാൺ അടുത്താൽ ഞാൻ അവനോട് ഒരു മുഴം അടുക്കും.
അവൻ എന്നോട് ഒരു മുഴം അടുത്താൽ ഞാൻ അവനോട് ഒരു വാര അടുക്കും. അവൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ബുഖാരി. വ്യക്തികൾ സ്വന്തമായി നേടിയെടുക്കേണ്ട സൗഭാഗ്യമാണ് ദൈവസാമീപ്യം. കർമ്മങ്ങളിലൂടെ അവനത് നേടാനാവും.